എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് രാവിലെ? ഇന്ന് വർക്കിംഗ് ആണോ എല്ലാവരും? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആൽഫബറ്റ്സ് വെച്ചിട്ട് ഉള്ളത് നോക്കാം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ഇടയിൽ വീണ്ടും കുറേ പേർക്ക് റീയൂണിയൻ കോൾ മെസ്സേജൊക്കെ വന്നു എന്ന് കോൺസ്റ്റൻ്റ്ലി മെസ്സേജസ് കമൻസിൽ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ, റീയൂണിയനിൽ കലാശിക്കട്ടെ. ഓക്കെ, ഡിവൈനെ വിട്ട് കളയരുത്. നമുക്ക് മാനിഫെസ്റ്റേഷൻ ഭഗവാൻ സാധിച്ചു തന്നു. അത് എപ്പോഴും നമ്മൾ ഓർക്കണം. നിങ്ങൾക്ക് അമാവാസി വരുന്നുണ്ട്, ഇല്ല കർക്കിടക വരുന്നുണ്ടല്ലോ, 24th വരുന്നത്. അന്ന് നിങ്ങൾക്ക് വീണ്ടും ആ ബേ ലീഫ് മാനിഫെസ്റ്റേഷൻ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്താണ് വ്യത്യാസം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതേപോലെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ്, തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ്. അതേപോലെ തേർഡ് പാർട്ടിയിൽ നിന്ന് റിമൂവ് ആയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ, നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന മനുഷ്യൻ്റെ എനർജീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സിറ്റുവേഷൻസ് പെട്ടെന്നായിരിക്കും ചേഞ്ച് ആവുന്നത്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നത്. അതുമല്ല, കൂടുതൽ ആൾക്കാർക്ക് ഇത് അറിയാൻ താല്പര്യം കാണും. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് വീണ്ടും നോക്കുന്നത് കേട്ടോ. കാരണം ഞാൻ കൂടുതൽ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ലൈവ് ഞാൻ മറന്നിട്ടില്ല കേട്ടോ. മോളുടെ എക്സാം ഇടയ്ക്ക് കയറി വന്നു. അപ്പോൾ അവൾ ഈ റൂമിലിരുന്നിട്ടാണ് പഠിക്കുക. അപ്പോൾ അത് കാരണം അവൾ ദേഷ്യപ്പെടുന്നു. അതുകൊണ്ടാണ് മൺഡേ ഞാനൊരു കാര്യം ചെയ്യാം. മൺഡേ 11 o'clock, ഓക്കെ, മോർണിംഗ് 11 o'clock ഫസ്റ്റ് ലൈവ് വരാം. അന്ന് എനിക്ക് തോന്നുന്നു വർക്കിംഗ് ആൾക്കാരാണ്. അപ്പോൾ ഹൗസ് വൈഫ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ദെൻ അനദർ ഡേ ഈവനിങ്ങിൽ നമുക്ക് വർക്കിംഗ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു 6 o'clock കഴിഞ്ഞിട്ട്, നിങ്ങളൊക്കെ വീട്ടിലെത്തുന്ന സമയം നോക്കിയിട്ട് 6 o'clock കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ ഈവനിങ്ങിലും ഞാൻ വരാം. ഓക്കെ, പ്രോമിസ്. ഓക്കെ, എന്ത് തന്നെ ആയാലും മൺഡേ 11 o'clock ആൻഡ് ട്യൂസ്ഡേ ഈവനിങ് 6. ഓക്കെ, ഞാൻ ബെല്ലൈക്കൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇട്ടേക്കൂ കേട്ടോ. സോ ദാറ്റ് ഞാൻ ഓൺലൈൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇട്ടേക്കൂ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം, അധികം വൈകിക്കണ്ട. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് ABCDEFൽ തുടങ്ങുന്നതാണ്. തേർഡ് പാർട്ടിയുടെ അടുത്ത് അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അതുപോലെ എന്തെങ്കിലും മൂവ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ എന്ന് എനിക്കറിയണം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിമൂവ് ആവുമോ എനിക്കറിയണം. ആദ്യം എനിക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരും. അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF. ഫസ്റ്റ് തന്നെ തേർഡ് പാർട്ടിയുടെ കാർഡാണ് വീണത് കേട്ടോ. ക്വീൻ ഓഫ് സ്വാർഡ്സ്, ഹെയറോഫന്റ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, 8 of cups. 5 കാർഡ് വീതം എടുക്കുന്നുള്ളൂ. 10 of wands, പേജ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, തേർഡ് പാർട്ടി ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മാരീഡ് പേഴ്സൺ തന്നെയാണ് ഇവിടെ അറ്റ് പ്രസൻറ്റ് ഈ സെറ്റ് ഓഫ് കാർഡ്സിൽ കാണുന്നത്. ഇവർ മാരീഡ് ആണ് എന്നാണ് കാണുന്നത്. കാരണം ഹെറോഫൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അതുമല്ല, ഈ പറഞ്ഞ തേർഡ് പാർട്ടി അവരുടെ ഫൈനാൻസസ് ഹാൻഡിൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ അൺമാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, തേർഡ് പാർട്ടി ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയസ് ബിലീഫ്സ്, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ, ഈ തടസ്സങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നിങ്ങൾക്കല്ല, ഇവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കാത്തത് ഫൈനാൻഷ്യൽ കൺട്രോള് ഈ പറഞ്ഞ തേർഡ് പാർട്ടിയുടെ കയ്യിലാണ്. അങ്ങനെ വരുമ്പോൾ അത് പാരൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രബലമായിട്ട് കൺട്രോൾ ആണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണ് അവരുടെ തേർഡ് പാർട്ടിയെ ഭയമാണ്. അത് സ്പൗസ് ആയാലും പാരൻസ് ആയാലും ഇവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു
ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നില്ല. കാരണം കൺട്രോൾ ഇഷ്യൂസ് അവിടെ ഭയങ്കരമായിട്ട് കാണുന്നു. പക്ഷേ ഇവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന അതിതീവ്രമായ ആഗ്രഹമുണ്ട്. അവർ മടുത്തിട്ടിരിക്കുകയാണ്. കാരണം എക്സോസ്റ്റഡ് ആണ്. ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഇവർക്ക് മതിയായിട്ടിരിക്കുകയാണ്. പുറത്ത് കടക്കണം എന്ന് വളരെ തീവ്രമായിട്ട് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഓൺലൈൻ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മെസ്സേജസൊക്കെ അയക്കാറുണ്ടായിരിക്കും മിക്കവാറും. പൂർണ്ണമായിട്ട് നോ കോണ്ടാക്റ്റിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറ്റ് പ്രസൻറ്റ് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ ഇവരറിയാതെ നിങ്ങൾക്ക് മെസ്സേജസൊക്കെ ഇവർ അയക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്, DP മുതലായ കാര്യങ്ങളെല്ലാം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പറ്റി എല്ലാം ഇവർ അന്വേഷിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇവർ നേരിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേക്ക് ID വഴിയോ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾ വഴിയോ ഒക്കെ നിങ്ങളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവർ അന്വേഷിക്കുന്നുണ്ട്. ക്ലാരിഫൈ. Will they be able to come out of this situation? What are their plans about coming out of this situation? What are their plans about coming out of this situation? Will they be able to come out of this situation? Okay, 6 of Cups, King of Swords, 2 of Cups. ചിലരെങ്കിലും പുറത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു കാർഡ് കൂടെ എടുക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് ഇവിടെ വന്നിരിക്കുന്നത് ദ ഫൂൾ ആണ്. ഓക്കെ, കുറേ പേർക്കെങ്കിലും നല്ല ന്യൂസ് കാണുന്നുണ്ട്. ഇതിൽ ഒരു കൂട്ടർ, ഇതിൽ മേജർ അർക്കാന കാർഡ്സിൻ്റെ മാത്രം ഞാൻ സോഡിയാക്സ് പറയാം. ഓക്കെ, ടോറസ്, ഋഷഭ രാശിക്കാർ കുറേ കൂടുതലായിട്ട് തന്നെ ഉണ്ട്. അതേപോലെ മേട രാശിക്കാരും ഏരീസ്കാരും കുറേ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഋഷഭ രാശിക്കാർ ആണ് അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഇതിൽ മേട രാശിക്കാർ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇതിൽ ചിലർ പഴയ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലിട്ട് തിരിച്ചും ആലോചിച്ച് ആ ഒരു ഇതിലങ്ങ് ജീവിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഒരു ക്ഷമയോടെ മാത്രമേ ഈ കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനാണ്. ഇത് മാരീഡ് പേഴ്സൺ ആണ് ഈ സിറ്റുവേഷനിൽ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണോ അല്ലയോ എന്നുള്ളത്. അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്ത് കടക്കാനേ സാധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ ഇരിക്കുന്നത്. ക്ഷമയോടെ മാത്രം, ഡിസിപ്ലിനോടുകൂടി മാത്രമേ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിൽ കലാശിക്കുമെന്ന് ഇവർ മനസ്സിലാക്കുന്നു. നിങ്ങളിൽ പലരും മാരീഡ് പീപ്പിളുമാണ്, അതായത് പരസ്പരം മാരീഡാണ്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഓക്കെ, നിങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വഴക്കിൻ്റെ കാരണം ഈ പറഞ്ഞ പോലത്തെ റിലീജിയസ് ബിലീഫ്സ്, കാസ്റ്റ് കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ്, അങ്ങനെ ഇവരുടെ വീട്ടുകാരിടപെട്ട് നിങ്ങളെ പിരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ ഇവർ നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല, നിങ്ങളെ വിട്ടു പോകുന്ന കാര്യം അവർ ആലോചിച്ചിട്ടുമില്ല. ഇവർ നിങ്ങളുടെ ഓർമ്മയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർ, നിങ്ങൾ സ്പൗസ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം 6 of Cups ആണ്, അവിടെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് അവർ വരുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ലോങ് ടൈം മാരീഡ് ആയിരിക്കും. ഒരു 1-2 കൊല്ലത്തെ കല്യാണമൊന്നും അല്ല, കുറച്ച് കാലമായിട്ട് മാരീഡ് ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അതേപോലെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പലർക്കും, ഏത് ടൈപ്പ് ഓഫ് തേർഡ് പാർട്ടി ആണെങ്കിലും നിങ്ങളിൽ പലർക്കും ഒരു റീയൂണിയൻ സാധ്യമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എക്സോസ്റ്റഡ് ആണ്, അവർക്ക് മതിയായിട്ടിരിക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് വാക്കൗട്ട് ചെയ്താൽ മതി എന്നുള്ള സിറ്റുവേഷനിലാണ് അവർ ഇരിക്കുന്നത്. ഇവർ ധൈര്യം സംഭരിച്ച് രണ്ടും കൽപ്പിച്ച് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് കണ്ണു അടച്ചങ്ങ് മുന്നോട്ട് വരാമെന്ന് ആലോചിക്കുകയാണ്. കോൺസിക്വൻസസ് ഒന്നും ഇനി ആലോചിക്കുന്നില്ല, മുന്നോട്ട് പോകാം എന്നുള്ള, അതായത് ലീപ്പ് ഓഫ് ഫെയ്ത്ത്, കെയർഫ്രീ ആയിട്ട് നേരെ മുന്നോട്ട് പോകാം. ഇനി ആലോചിച്ച് മതിയായി, ഇനി കുറച്ച് നമ്മളുടെ കാര്യം ആലോചിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ആ ചിന്തയുണ്ട് കേട്ടോ.
What is the next action expected from these people? Will there be a message? I understand they want a reunion. Will they take steps for reunion? Or is it in their thoughts? Will they take any steps towards reunion? ഏസ് ഓഫ് വാൺസ് ഉറപ്പായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ വരുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് അവർ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു കേട്ടോ. ഇവിടെ ഇത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും ഏത് തരം തേർഡ് പാർട്ടി ആയാലും അവർ അതിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് വാൺസ് പറയുമ്പോൾ റൊമാൻറ്റിക് പുതിയ തുടക്കമാണ് അവിടെ. പേജ് ഓഫ് പെൻഡിക്കിൾസ് അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ ഇവർ നേരിട്ട് തന്നെ നിങ്ങളെ കാണാൻ വരാനും സാധ്യതയുണ്ട്. കാരണം 2 ഓഫ് കപ്സിൻ്റെ എനർജി അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻഡിക്കിൾസ് സെക്കൻഡ് ടൈമാണ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ്, കാരണം ഇവർ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണൽ ആണ്. അതുകൊണ്ട് ഇവർക്ക് ആക്ഷൻ എടുക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ സ്നേഹം അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. ലാസ്റ്റ് കാർഡ് മജീഷ്യൻ. നിങ്ങളെ 24 മണിക്കൂറും മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഇവർ. ഓക്കെ, ഇവർക്ക് നിങ്ങളെ മറക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഡിവൈൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെ ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ ഇവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത് കേട്ടോ. ഇതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് എടുക്കാതിരിക്കാൻ സാധിക്കില്ല. എന്താ അറിയോ, 8 ഓഫ് വാൺസ് ആണ്. 8 ഓഫ് വാൺസ് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ്, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ കാണുന്നത്. ഈ ഗ്രൂപ്പുകാർക്ക് നിങ്ങൾ ഏത് തരം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ഒരു നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്ത ഗ്രൂപ്പുകാർക്ക് GHIJKL. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഈ ആൽഫബറ്റ്സിൽ തുടങ്ങുന്നതായിരിക്കും. നമ്മൾ നോക്കിയ ടോപ്പിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്, അവർ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുമോ, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാമോ എന്നാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ സാധിക്കുമോ? എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ടോ? പ്ലീസ് ഗൈഡ്. The alphabets are HGHIJKL. ഓക്കെ, എടുക്കാണേ. നൈറ്റ് ഓഫ് വാൺസ്. Okay, 9 of Pentacles, 7 of Swords, 3 of Wands, 6 of Pentacles and 2 of Swords. മേജറായിട്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. പലരുടെയും പേഴ്സൺ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത് കേട്ടോ. വളരെ കൺഫ്യൂസിങ് സിറ്റുവേഷനിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുമുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ ഇവർ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സെൽഫ് കെയർ മോഡിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 9 ഓഫ് പെൻഡക്കിൾസ് പറയുമ്പോൾ അവരിപ്പോൾ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ സേവിങ്സ്, സെൽഫ് കെയർ, അവർ സ്വന്തം കാര്യങ്ങളിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതലായിട്ടും ഇത് അൺഎക്സ്പ്രസ്ഡ് ലവ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഡിവൈൻ പ്ലീസ് ഗിവ് മീ couple of more cards to explain this situation. Exact situation ഒന്ന് പറഞ്ഞു തരൂ. ഓക്കെ, Chariot, Tower, Page of Swords and 3 of Pentacles.
തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം തന്നെയാണ്. കാരണം ഇവരുടെ പാർട്ട്ണർ കുറച്ച് കൺട്രോളിങ് ആണ്. ഓക്കെ, ഇവർ കുറച്ച് സ്ട്രോങ് വിൽഡ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ പേടിച്ച് മാറിയിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങൾ പലരും. ഒരേ സ്ഥലത്തല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ട്രാവൽ ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കൂ. അതായത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. ഇടയ്ക്ക് വരും, കാണും, അങ്ങനെ പോകും. ഇവിടെ ടവർ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് ഒന്നുകിൽ അവരുടെ ഫാമിലി മൂലം, ഇവർ താമസിക്കുന്ന അവിടെ ഇവരുടെ ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ജോലി മൂലം ഇവർ വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണ് കേട്ടോ. ആ ഒരു സിറ്റുവേഷനിൽ എസ്പെഷ്യലി ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് മൂലം ഇവരിൽ പലരും അവരുടെ സ്നേഹം തുറന്ന് തന്നെ പറഞ്ഞിട്ടില്ല. ക്ലൗഡി മൈൻഡഡ് ആണ്. അതായത് തിരിച്ചും നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഇവർ ആണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ റിഹേഴ്സ് ചെയ്യും, പക്ഷേ പുറത്ത് പറയില്ല. കാരണം കൺഫ്യൂസ്ഡ് ആണ്. കാരണം നിങ്ങൾക്ക് അവർക്കോ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ഇത് തുറന്ന് പറഞ്ഞാൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവർ ഒന്നും മിണ്ടാതെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ഇവർ കൂടുതലായിട്ടും യൂണിഫോംഡ് ജോബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ ട്രാവൽ ഒരുപാട് ആവശ്യമുള്ള ജോലിയിൽ ഉള്ളവരായിരിക്കണം. അതുപോലെ ഫിസിക്കലി നല്ല ഫിറ്റായിട്ട് ഉള്ള ആൾക്കാരായിരിക്കണം. വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് നല്ലതായിട്ട് ആൾക്കാരെ ഈ സെയിൽസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതായത് ആൾക്കാരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ജോബിലൊക്കെ ഉള്ളവരായിരിക്കണം. മെയിൻലി യൂണിഫോംഡ് ജോബായിട്ടാണ് കാണുന്നത് കേട്ടോ. അതേപോലെ ഈവൻ റിയൽ എസ്റ്റേറ്റ്, എഞ്ചിനീയറിങ് അങ്ങനെ ഒക്കെ ജോലി ചെയ്യുന്നവരും ഇതിൽ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഡെക്കറേഷൻ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, ചാരിറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശിയാണ് കൂടുതലായിട്ടും ഇതിൽ കാണുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ആൾക്കാരാണ് കൂടുതലായിട്ട് ഇതിൽ കാണുന്നത്. ബാക്കി എല്ലാ രാശിയും തന്നെ കുറച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത് കേട്ടോ. മെയിനായിട്ട് മേജർ അർക്കാന കാർഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ആ കാർഡ് മാത്രം, ആ കാർഡിൻ്റെ രാശി കൂടുതലായിട്ടും ആ രാശിക്കാരാണെന്ന് കണക്റ്റ് ആയിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ. What is the next action? Will there be any next action from these people? Can we expect any next action from these people? Can we expect any next action from these people? ഡെത്ത് ഒരു ന്യൂ ബിഗിനിങ് ചിലർക്കെങ്കിലും കാണുന്നുണ്ട് കേട്ടോ. 10 ഓഫ് കപ്സ്, ഇവർ ഇതിൽ കുറച്ച് പേരെങ്കിലും ഫാമിലിക്ക് മുൻതൂക്കം കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 4 ഓഫ് സ്വാർഡ്സ്, ഇത്തിരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഫൈനാൻഷ്യൽ ബേർഡനും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സെൽഫ് കെയറിലും ജോലിയിലും ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത് കേട്ടോ. ഫൈനാൻഷ്യൽ ബേർഡൻ ഇവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഇവർക്ക് വേറെ ഒന്നിലും ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു, കൂടുതലായിട്ടും അവർക്ക് ഫൈനാൻസസിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സിറ്റുവേഷൻ മാനേജബിൾ ആണോ അല്ലയോ എന്നുള്ളത് അവർക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് അവരൊന്നും പറയാതിരിക്കുന്നത്. എല്ലാ സിറ്റുവേഷനിലും ഇവിടെ തേർഡ് പാർട്ടി എന്ത് തന്നെ ആയാലും, ഇപ്പോൾ പാരൻസ് ആയാലും സ്പൗസ് ആയാലും കരിയർ ആയാലും എന്ത് തന്നെ ആയാലും, ഇവർ ആ സിറ്റുവേഷൻ ആലോചിച്ച് വളരെ സ്ട്രെസ്ഡ് ആണ് കേട്ടോ. ഇവർക്ക് ഹാപ്പിയൊന്നും അല്ല നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കുന്നതിലും നിങ്ങളെ വിട്ടിരിക്കുന്നതിലും അവരൊട്ടും ഹാപ്പിയൊന്നും അല്ല. ഒരുപാട് ഓവർ സ്ട്രെസ്ഡ് ആണ്, ഉറക്കമില്ലായ്മയുണ്ട്, എല്ലാം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ചിലരെങ്കിലും, ഇവിടെ ഒരു സ്പൗസാണ് തേർഡ് പാർട്ടി, അല്ലെങ്കിൽ പാരൻസ് ആണ് തേർഡ് പാർട്ടി, അതായത് കരിയർ അല്ലാതെ വേറെ ഏത് തേർഡ് പാർട്ടി ആയാലും അവർക്ക് മുൻതൂക്കം തൽക്കാലം കൊടുക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. അതായത് റെസ്പോൺസിബിലിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കാണുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് എന്തോ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു കോളായിരിക്കാം, എന്താണ് അവർ ചിലരെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. ക്ലാരിഫൈ ഡെത്ത്, വിൽ ദെയർ ബി എൻ ആക്ഷൻ? ക്ലാരിഫൈ ഡെത്ത്, ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് ആക്ഷൻ? കൺഫ്യൂസ്ഡ് തന്നെയാണ് കേട്ടോ. ആക്ഷൻ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്, ഞാൻ പറഞ്ഞില്ലേ. പേജ് ഓഫ് പെൻഡക്കിൾസും 5 ഓഫ് വോൺസും ആണ്. ഒരു ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയുന്ന ഒരു ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കുമായിരിക്കും, അല്ലാതെ
ഒരു നിങ്ങളെ വന്ന് കാണുന്നതായിട്ട് ഒന്നും അങ്ങനെ എനിക്ക് കാണുന്നില്ല. ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം ചാരിറ്റിൻ്റെ കൂടെ വന്നിരിക്കുന്ന ടവർ കാർഡാണ്. അപ്പോൾ വരണമെന്ന് ആഗ്രഹമുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഒരു തടസ്സമാണ്. അതേസമയം ഫാമിലിയും അവിടെ ഒരു തടസ്സമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. What is the next action that we can expect from these people? Will they message or come? Will there be any next action from these people in near future? Six of Swords, നോക്കിയിട്ട് ഒന്നിച്ച് പറയാം. 8 of Wands, 4 of Pentacles ആൻഡ് Magician. ഇവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മെസ്സേജാണ് ഇവർ തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു പക്ഷേ ഒരു ഇവൻറ്റിലൊക്കെ വെച്ച് നിങ്ങൾ തമ്മിലൊന്ന് കാണാനും സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ ഒരു പ്രപ്പോസൽ എന്നൊന്നും ഞാൻ പറയില്ല, കാരണം അവിടെ ടോട്ടൽ സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. അവിടെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഇവർ തരും എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. 4 of Pentacles വരുന്നവിടെ നിങ്ങളെ പ്രതി ഹൈലി പൊസസീവായിട്ട് ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസെക്യൂരിറ്റിയുടെ ഫീലിംഗ്, കാരണം ഇവർ കമ്മിറ്റ്മെൻറ്റ് ഫോബിയ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയി കാണും. അപ്പം നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ, അതായത് 6 of Swordsൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ വരുമോ എന്ന് ഇവർ പേടിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ അയക്കാനും, കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ഒളിച്ച് ഇവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതായിട്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അതൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ദേ വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു കേട്ടോ. അങ്ങനെയാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പം കാണുന്ന കൺഫ്യൂഷൻ തന്നെയാണ് അവിടെ. ഇനി MNOPQRS നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് ഈ അക്ഷരങ്ങളിൽ തുടങ്ങുന്നതായിരിക്കണം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം MNOPQRS തുടങ്ങുന്നതാണ്. ഇവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെയാണ്. എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഈ അവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഇവരുടെ അടുത്തുനിന്ന് ഉള്ള ഒരു നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എന്ന് കാണിച്ചു തരൂ. ആദ്യം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു തരൂ. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തേർഡ് പാർട്ടിയുടെ അടുത്ത് എന്നുള്ളത് കാണിച്ചു തരൂ. 2 of Pentacles, 8 of Cups, Queen of Wands, 6 of Swords and 9 of Wands. Queen of Cups ആണ് bottom of the deck. Clarify Queen of Wands please. Clarify Queen of Wands. Clarify Queen of Wands. ഇവിടെ ഇവരുടെ തേർഡ് പാർട്ടി ഉണ്ടല്ലോ, ഇവർ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് നല്ലപോലെ തന്നെ ഉണ്ട്. ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ തമ്മിൽ വരുമ്പോൾ കാണും, അതിനുശേഷം നിങ്ങൾ തിരിച്ചു പോകും എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇവരുടെ സ്പൗസ് ഇവരെ വളരെ സ്നേഹമായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇവർക്കും ഇവരുടെ സ്പൗസിനും ഇടയിൽ അങ്ങനെ പറയത്തക്ക കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതേസമയം നിങ്ങളുടെ അടുത്ത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് താനും. ഇവിടെ ക്വീൻ ഓഫ് കപ്സ് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടുത്തെ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ വരാനുള്ള കാരണം. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ ഇവരുടെ സ്പൗസിനെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. നിങ്ങളുമായിട്ട് ഹൈലി ഇംപ്രസ്ഡും ആണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡും ആണ്. ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം ക്വീൻ ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എന്ത് കാരണം പറഞ്ഞ് ഇവർ സ്പൗസിനെ വിട്ട് വരും എന്നുള്ളത് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നത്. ഓക്കെ, ഹൈലി ഡിവോട്ടഡ് ആണ് ഇവരുടെ സ്പൗസ് ഇവരുടെ അടുത്ത്. അതേപോലെ നിങ്ങൾ തമ്മിൽ മേജറായിട്ട് കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയസ് ബിലീഫ്സ് അങ്ങനെയെല്ലാം പല വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്.
അതുപോലെ ഇവർ കുറച്ച് ട്രഡീഷൻസിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് ഹൈലി ട്രഡീഷണലായിട്ട് സ്പിരിച്വലായിട്ടൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കണം കേട്ടോ. അതായത് അതുമല്ല ഇവർ കുറച്ച് ലോങ് ടൈം മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊന്നുമല്ല, കുറേ കാലമായിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്, ന്യൂലി മാരീഡ് ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഈ സൊസൈറ്റിയിൽ. ഇവരെ 4 പേർക്ക് അറിയാം, 4 പേര് ഇവരുടെ അടുത്ത് ഉപദേശം ചോദിച്ച് വരാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇവർക്ക് എങ്ങനെയാണ് ആ ഒരു ഇതിൽ നിന്ന് 4 പേര് എന്ത് പറയും, നമ്മളിങ്ങനെ നമ്മളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയി മറ്റൊരാളെ അന്വേഷിച്ച് പോയാൽ ആൾക്കാരെന്ത് പറയും എന്നുള്ളൊരു ഭയമൊക്കെ ഇവരുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇവർ സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിപ്പിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഉപദേശത്തിന് മറ്റുള്ളവർ ഇവരുടെ അടുത്ത് വരാറുണ്ട്. ഇവർ വളരെ റെസ്പെക്റ്റോടെയാണ് മറ്റുള്ളവർ കാണുന്നത് കേട്ടോ. ഇവർക്കും നിങ്ങളുടെ അടുത്ത് ഹൈ അട്രാക്ഷൻ ഉണ്ട്, നിങ്ങൾക്കും ഇവരുടെ അടുത്ത് അതേപോലെ തന്നെ. 2 പേരും മ്യൂച്വലി അട്രാക്റ്റഡ് ആണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവരെ ഇതുപോലെ നിങ്ങളുടെ പേഴ്സണും ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ 2 സൈഡിലും കാണുന്നുണ്ട്. അവിടെയും പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല സ്പൗസിനെ വിട്ടു പോരാനുള്ള. ഓക്കെ, നിങ്ങൾക്കും പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല സ്പൗസിനെ വിട്ടു പോവാൻ. അങ്ങനെ ഒരു എന്നാൽ 2 പേരും മ്യൂച്വലി അട്രാക്റ്റഡും ആണ്. അങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലാണ് നിങ്ങൾ 2 പേരും നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടത്തിലാണെന്നുള്ളത്. തുറന്ന് പറഞ്ഞു കാണാൻ സാധ്യതയില്ല. Will they be able to come out of this situation? Please tell me. Will they be able to come out of this situation? Will they be able to come out of this situation? അവർ പുറത്ത് വരുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു റീയൂണിയൻ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. കാരണം ഉടനെ അതൊരു പെർമനൻറ്റ് റീയൂണിയൻ ഒന്നും ആവാൻ സാധ്യതയില്ല. നിങ്ങൾ തമ്മിൽ ഉടനെ തന്നെ കാണാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കണ്ട് സംസാരിക്കാൻ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ സിറ്റുവേഷന് പുറത്ത് കടന്നിട്ടാണോ ഇവരിത് റീയൂണിയന് വരുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, വരും, കാണും, തിരിച്ചു പോവും കേട്ടോ. അങ്ങനെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ലവ് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇൻസെക്യൂരിറ്റി 2 പേരും തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് 2 പേർക്കും അറിയാം മറ്റേ സൈഡിലെ സ്പൗസ് സ്ട്രോങ് ആണെന്നുള്ളത്. ഇവിടെ ഫാമിലിക്ക് മുൻതൂക്കം വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് മനസ്സിൽ നിങ്ങൾക്ക് 2 പേർക്കും തന്നെ നിങ്ങൾ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ മെമ്പറായിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ മുൻതൂക്കം അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിക്ക് കൊടുക്കുന്നതായിട്ടാണ് നിങ്ങളും അവരും 2 പേരും തന്നെ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ജഗ്ലിങ് ഭയങ്കരമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സിംഗിൾസ് അധികം എനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം സ്പൗസ് മാരീഡ് പീപ്പിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, സിംഗിൾസിൻ്റെ ലോങ് ഡിസ്റ്റൻസ് മാത്രം നമ്മൾ എടുത്താൽ, നിങ്ങൾ അൺമാരീഡ് ആണ്, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ മാത്രമാണ് എന്നുള്ള സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ്റെ സാധ്യത അവിടെ കാണുന്നുണ്ട്. അവിടെ ഫാമിലി ആയിരിക്കും ഇൻ്റർഫിയറൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഫാമിലി പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി. പക്ഷെ അതിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. റീയൂണിയൻ ടെമ്പററി റീയൂണിയൻ ആണ്. കാരണം അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള കാർഡ്സ് എന്താണ്, 5 ഓഫ് കപ്സും 3ഉമാണ്. നിങ്ങൾ തമ്മിൽ കാണും, സങ്കടങ്ങൾ പരസ്പരം പറയും, തിരിച്ചു പോവും. അങ്ങനെയാണ് കേട്ടോ. അതായത് പെർമനൻറ്റ് റീയൂണിയൻ അല്ല ഇവിടെ കാണുന്നത്. ഫാമിലി, അത് ഏത് തരം ഫാമിലി ആയാലും അവിടെ ഇൻ്റർഫിയറൻസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ കാണും, സംസാരിക്കും. When can we expect an action? When can we expect an action? What action can we expect? ആക്ഷനോടെ റീയൂണിയൻ തന്നെയാണ് കേട്ടോ. ഏസ് ഓഫ് കപ്സ് നിങ്ങൾ കാണുമ്പോൾ ഇവർ വളരെ സ്നേഹമായിട്ടും പാഷനേറ്റ് ആയിട്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക. കാരണം ഇവർക്ക് മനസ്സ് നിറയെ
സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത് പരസ്പരം രണ്ടുപേർക്കും തന്നെ. കാരണം 2 ഓഫ് കപ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. വളരെ സ്നേഹമായിട്ട് തന്നെ നിങ്ങൾ സംസാരിക്കും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് അവരൊരു പക്ഷേ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു എന്ന് വരാം. അവരുടെ കൺസേൺസ് എന്താണ് എന്നൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കാണുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ സ്പൗസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതായത് മാരീഡ്, നിങ്ങൾ തമ്മിൽ തന്നെ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന കപ്പിളാണെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ, അത് നിങ്ങൾ ഒരുമിച്ച് വരുന്നതായിട്ട്, ഇവരൊരു ലീവിനൊക്കെ വന്ന് നിങ്ങൾ ഒരുമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ അവിടെ വളരെ സ്നേഹമാണ് കാണുന്നത് കേട്ടോ. അതായത് ഇത് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന വെച്ചാൽ ജോലിപരമായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ ഇവർ ലീവിന് വരുന്നതായിട്ടും നിങ്ങൾ ഒരുമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതൊരു പെർമനൻറ്റ് റീയൂണിയൻ, അത് വിത്ത് ലവ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കേൾക്കേണ്ടത്. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ, നിങ്ങളിതിൽ ഏത് സിറ്റുവേഷനിലായാലും തമ്മിൽ കാണുമ്പോൾ വളരെ സ്നേഹമായി സംസാരിച്ച് തന്നെയാണ് പിരിയുന്നത്. വഴക്കിട്ടിട്ടൊന്നും അല്ല പിരിയുന്നത് കേട്ടോ. ഇവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, അത് നിങ്ങൾക്കും അറിയാം. അതാണ് ഈ ഗ്രൂപ്പുകാരുടെ ഇത്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാരുടെ കൂടെ നോക്കാം. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർക്ക്, അതായത് TUVWXYZ ഈ ആൽഫബറ്റ്സിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആദ്യത്തെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം തുടങ്ങുന്നത്. ഓക്കെ, TUVWXYZ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. ഇവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർക്ക് സാധിക്കുമോ എന്ന് കാണിച്ചു തരും. ആദ്യം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് കാണിച്ചു തരും. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. 2 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് കപ്സ്, 7 of Pentacles, Ace of Swords, 9 of Cups, wow, 2 of Cups, reunion. നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിൽ പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷനിൽ പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ നിങ്ങളെ അവർക്ക് മറക്കാനൊന്നും സാധിച്ചിട്ടില്ല. നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്. ഇവരൊരു വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. പ്രോബബ്ലി ജോലി ആയിരുന്നിരിക്കണം പ്രശ്നം, ഫൈനാൻസസ് ആയിരിക്കണം പ്രശ്നം. അവിടെ അവർക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടി. അതായത് നിങ്ങളാണ് അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് മനസ്സിലാക്കി അവർ. നിങ്ങളെ മറക്കാനേ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ നിങ്ങൾ തമ്മിൽ കുറേ നാളായിട്ടുള്ള ബന്ധമായിരിക്കണം. പുതിയതായിട്ട് ഇന്നലെ കണ്ട ആൾക്കാരൊന്നും അല്ല. നിങ്ങൾ തമ്മിൽ ലോങ് ടേം ആയിട്ട് പരസ്പരം അറിയാവുന്നവരാണ്, ഹൈലി റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ് പരസ്പരം. അതേസമയം നിങ്ങൾ തമ്മിൽ ഓർക്കാനും വേണ്ടിയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാണും, മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്ത് കാണും. അതൊക്കെ ഇവർ തുടർന്നും ആലോചിക്കുന്നതായിട്ട്, ഇവർ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ആ ഒരു വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡ് മാറിയിട്ട് അവരൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക്, ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക്, 2 ഓഫ് കപ്സ് പറയുമ്പോൾ റീയൂണിയനാണ്, റീയൂണിയൻ്റെ എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, Divine, please tell me what is the next action. Will there be any next action that is expected? ഇവിടെ കരിയറാണ് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് കേട്ടോ. ഫൈനാൻസസ്, കരിയറൊക്കെയാണ് തേർഡ് പാർട്ടി ആയിട്ട് കൂടുതലായിട്ടും കാണുന്നത്. Will there be any next action? Have they fulfilled their responsibilities? What is the next action? റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് 7 ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ടോ. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ. 5 ഓഫ് കപ്സ്, പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് പേജ് ഓഫ് വാൻഡ്സ്. 2 പേജസിൻ്റെ കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത്
ഇവർ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുകയാണ് ഇപ്പോഴും. ഓക്കെ, ഫുള്ള് റെസ്പോൺസിബിലിറ്റി ക്ലിയർ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ ഇവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഇവർ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇവർക്ക് ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒന്നും രണ്ടും കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തലയിൽ ഉണ്ട്. ഇവരുടെ ഫാമിലിയിലുള്ള മെയിൻ ഏർണിംഗ് മെമ്പർ ആയിരിക്കണം കേട്ടോ. ഇവരെ സമ്പാദിച്ച് കൊടുത്തിട്ട് വേണം ഇവരുടെ ഫാമിലിക്ക് ജീവിക്കാൻ എന്നുള്ള സിറ്റുവേഷനാണ്. അത് ഇവർക്ക് ആദ്യം ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ അവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. പക്ഷേ നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇട്ടിട്ട് ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയൊന്നും ആയിരുന്നില്ല. ഇവരും നിങ്ങളുടെ അത്രയും തന്നെ വിഷമിച്ച് തന്നെയാണ് ഇരുന്നത്. നിങ്ങളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇവരുടെ ലൈഫിൽ ഇല്ല. അതുപോലെ നിങ്ങളെ കാണുന്നത് സംസാരിക്കുന്നതും എല്ലാം ഇവരിങ്ങനെ മനസ്സിൽ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ തിരിച്ച് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കും നിങ്ങളെ വിട്ട് നിന്നിട്ടുണ്ടാവുക കേട്ടോ. റിസർച്ച് ആക്ടിവിറ്റി, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അങ്ങനെ ഉള്ള പഠിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് വിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഫൈനാൻഷ്യലി ഇവരുടെ തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അത് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളെ മറന്നിട്ടില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽമെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവർക്കൊരു നല്ല ജോലിയിലൊക്കെ കയറി കാണും ഇവരിപ്പോൾ. അതാണ് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിൽ കൂടുതലായിട്ടും കപ്സിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് അത് മാത്രം ഞാൻ പറയാം. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാർ ഇവിടെ ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് അതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ബാക്കി എല്ലാ രാശിയും തന്നെ ഉണ്ട്, കുറവാണ് കേട്ടോ. പക്ഷെ കൂടുതലായിട്ട് ഈ രാശിക്കാർക്കാണ് ഈ ഒരു ബലം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ കോൾ ചെയ്യാൻ, നേരിട്ട് കാണാനൊക്കെ സാധ്യതയുണ്ട്. 2 ഓഫ് കപ്സ് വെച്ചിട്ട് ഉറപ്പായിട്ടും ഒരു റീയൂണിയൻ പോസിബിൾ ആയിട്ട് അവിടെ കാണുന്നുണ്ട്. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റും അവിടെ കാണുന്നുണ്ട് കേട്ടോ. When can we expect a next action from them? What are they planning to do? അത് ഓൾറെഡി വന്നു, മെസ്സേജ് എന്നുള്ളതിൽ വന്നു. എന്നാലും ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വാട്ട് ആർ ദേ പ്ലാനിങ് ടു ഡു? നൈറ്റ് ഓഫ് വോൺ സ്പീഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. ദ മൂൺ, നിങ്ങളെ പ്രതി ഇൻസെക്യൂർ ആണ്. കാരണം പേടിയുണ്ട് നിങ്ങൾ ഇവരെ കളഞ്ഞിട്ട് പോകും. നിങ്ങൾ ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ച് കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വഴക്കിട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പേടിയുണ്ട്. നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യിച്ചാൽ നിങ്ങൾ എങ്ങാനും വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം ഇവർക്ക് നല്ലതായിട്ട് തന്നെയുണ്ട്. ടെമ്പറൻസ്, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, ഒരു ബാലൻസിൽ എത്തണം, ഹീൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷനിൽ എത്തണം എന്നും ഇവർ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഔട്ട്കം, യൂണിയൻ ഔട്ട്കം. റീയൂണിയനിൽ എന്ത് സംഭവിക്കാം? പ്രപ്പോസൽ ഉണ്ടാവോ? ദ വേൾഡ് ഇല്ല. നിങ്ങൾ തമ്മിൽ കാണും, സംസാരിക്കും, തിരിച്ചു പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. ആസ് ഇറ്റ് ഈസ് അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ ഇതിന് ഒരു എന്താ പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. ഒരു പിരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റീയൂണിയൻ എന്ന് പറയുമ്പോൾ സ്നേഹമായിട്ട് തന്നെയാണ്, അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. ആ ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ് ഇറ്റ് ഈസ് കണ്ടിന്യൂ ചെയ്യും. അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൽ എത്തും. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അറ്റ് പ്രസൻറ്റ്. അത് അവർ വേണ്ട പോലെ ഡീൽ ചെയ്ത് അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ 100% ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറേ പേരുടെ മെസ്സേജ് എനിക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. വളരെയധികം നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, റീയൂണിയൻ കിട്ടാത്തവർ അല്ലെ കോളോ മെസ്സേജ് വരാത്തവർ സമാധാനമായിട്ടിരിക്കൂ. എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ.
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കർമ്മഫലം ബാക്കി കിടക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത് കേട്ടോ. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യൂ, പോസിറ്റീവായിട്ടിരിക്കൂ. ഇത് കാർഡ്സ് ഒന്നും അവിടെ നെഗറ്റീവ് കാർഡ്സ് വരുന്നവിടെ ഇല്ല എന്ന് തന്നെ, ആക്ഷൻ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ കുറച്ച് സമയത്തേക്കുള്ള എനർജിയാണ് നോക്കുന്നത് അല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും എനർജി ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം മനുഷ്യനാണ്, എനർജീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇന്നത്തെ സിറ്റുവേഷൻ ആയിരിക്കില്ല നാളെ. ഓക്കെ, അപ്പോൾ റീയൂണിയൻ കിട്ടുന്നവർ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു തരം മെസ്സേജോ കോളോ ഒക്കെ വരുമ്പോൾ കമൻറ്റിൽ ഇടുക. എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ മൺഡേ രാവിലെ 11 o'clock ലൈവ് വരുന്നുണ്ട്. ട്യൂസ്ഡേ ഈവനിങ് 6 മണിക്കും ലൈവ് വരുന്നുണ്ട് കേട്ടോ. പ്രോമിസ്, ഞാൻ എന്ത് തടസ്സം വന്നാലും അന്ന് തീർച്ചയായിട്ടും ലൈവ് വരുന്നതാണ്. പോസ്റ്റും ഞാൻ ഇട്ടേക്കാം. ഓക്കെ, ഇതിൽ ബെല്ലൈക്കണൊന്ന് ഓൺ ചെയ്ത് ഇട്ടേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ലൈക്ക് ചെയ്ത് താഴെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. വീക്ക്ലി ത്രൈസ് നിങ്ങൾക്ക് ചാനൽ ഹൈപ്പ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. കാരണം ലീഡർ ബോർഡിൽ കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് അത് ഓട്ടോ പ്രൊമോഷൻ പോലെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അതൊന്ന് ഓർക്കുക, എന്നെ ഒന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലരെങ്കിലും പറയണ്ടായിരുന്നു പേഴ്സൺ വിളിച്ചപ്പോൾ മാഡത്തിന് ഓർമ്മ വന്നു എന്ന്. അതിൽ പരം എന്താ പറയുക, നിങ്ങളിൽ ഒരുപാട് പേര് എന്നെ ഓർക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. ആ ബ്ലെസ്സിങ്സ് എൻ്റെ ലൈഫിലും ഉണ്ടാവട്ടെ അല്ലേ. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുക. പോസിറ്റിവിറ്റി ലൈഫിൽ കൊണ്ടുവന്നപ്പോഴുള്ള ചേഞ്ച് കണ്ടില്ലേ. ഇപ്പം ഞാൻ പറയുന്നത് വിശ്വസിക്കും കേട്ടോ. എല്ലാം നല്ലതായിട്ട് തന്നെ വരും. ഡിവൈൻ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ആയിട്ട് സേഫായിട്ടും ഇരിക്കുക. ബൈ.